ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കോവയ്ക്ക നല്ല പോലെ കഴുകിയെടുക്കുക. നല്ല പോലെ കഴുകി വൃത്തിയായി എടുത്ത ശേഷം നമുക്കതിൻ്റെ തലയും വാലൊക്കെ മുറിച്ച് വൃത്തിയാക്കി എടുക്കാം. നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കാണുമ്പോൾ നല്ല പച്ച കളറൊക്കെ ആയിരിക്കും പുറമേ, പക്ഷെ അരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ മിക്കതും ഒരുവിധം പഴുത്തതായിരുന്നു കേട്ടോ. വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതും കൊണ്ട് തന്നെ തോരൻ വെച്ചു. പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ പഴുത്ത കോവയ്ക്ക തോരൻ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. പഴുത്താന്ന് പറഞ്ഞ് എറിഞ്ഞ് കളയാനൊന്നും നിൽക്കണം. ചിലർ വിചാരിക്കും പച്ച കോവയ്ക്കം കൊണ്ട് മാത്രം തോരൻ ഉണ്ടാക്കിയാലേ നല്ലതുള്ളൂ, പഴുത്തൊന്നും ഒരു രസം ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഇങ്ങനെ ഇളം പഴുപ്പായത് പച്ചയും കൂടെ കൂട്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ട് തോരൻ വെച്ചാൽ വേറെ ഒരു രുചി തന്നെയാണ് കേട്ടോ. ഇത് നല്ല പഴുത്ത കോവയ്ക്ക കണ്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ പഴുത്തതും പച്ച നല്ല പഴുത്തതില്ല, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ചെറിയൊരു പഴുപ്പായതും പച്ച കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മൊത്തം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അത് തോരൻ വെക്കാൻ നോക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് 2-3 സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതി. ഒരുപാടൊന്നും ഒഴിച്ച് എണ്ണയിലങ്ങ് കുളിപ്പിച്ചുണ്ടാക്കൊന്നും വേണ്ടേ. നിങ്ങളാണെങ്കിൽ ആ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നല്ല ചൂടായി വന്നു വരുമ്പോൾ കുറച്ച് കടുക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത്ര എണ്ണയൊന്നും കടുകൊന്നും എണ്ണ എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഒരു സ്പൂണൊന്നും ഇടുകയൊന്നും വേണ്ട. കൈയുടെ ഒരളവ് വെച്ചിട്ട് അങ്ങ് ഇടുക. അതിനകത്തേക്ക് കുറച്ച് ചെറുള്ളി അരിഞ്ഞിടുക. ചെറുള്ളി ഇല്ലെങ്കിൽ ഒരു പകുതി സവോള എടുത്ത് അരിഞ്ഞിട്ടാലും മതി കേട്ടോ. സവോള ഇട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. ചെറുള്ളി നല്ല പോലെ വഴറ്റി, നമ്മൾ എന്താ ഇടാൻ നല്ല പോലെ വഴറ്റി അങ്ങ് എടുക്കുക. അതിലേക്ക് 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവുള്ളാണെങ്കിൽ ഒരെണ്ണമൊക്കെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ 2 പച്ചമുളക് ഇട്ട് നല്ല പോലെ വഴറ്റി അതിനകത്തേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. വേപ്പിൻ്റെ ഇല കറിയിലേത് തോരലിട്ടാലും നല്ലൊരു മണം വരണതാണ്. അപ്പോൾ നമ്മുടെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ തൊടുവിൽ തന്നെ നട്ടുപിടിപ്പിച്ച വേപ്പിൻ മരത്തിലെ ഇലയാട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് കൂടുതൽ പറിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. ഇപ്പം അതിനകത്തേക്ക് ആ എണ്ണയിലേക്ക് കോവയ്ക്കിട്ട് ആ എണ്ണയിൽ ആ കോവയ്ക്കൊന്ന് വഴറ്റി അങ്ങ് എടുക്കണം. ആ എണ്ണയിൽ ആ കോവയ്ക്കൊന്നങ്ങ് വഴണ്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒട്ടലും പശയൊക്കെ ഒന്നങ്ങ് പോയി കിട്ടും. നിങ്ങൾക്ക് നമ്മുടെ ചാനലും കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വഴണ്ട് വരുന്ന കോവയ്ക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇളക്കി മൂടി വെക്കുക. നമ്മൾ കോവയ്ക്കയിലൊന്നും എണ്ണ ഒഴിക്കണില്ല. നിങ്ങൾ എങ്ങനെയാണ് കോവയ്ക്ക വെക്കുക? കുക്കറിലിട്ട് വേവിച്ചിട്ടാണോ അതോ അടുപ്പത്ത് തന്നെ വെച്ചിട്ടാണോ? അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇടും കേട്ടോ അതിനകത്തേക്ക്. നിങ്ങൾ കോവയ്ക്കൊക്കെ കുക്കറിൽ വെച്ചിട്ട് വറുത്തിടാണ് ചെയ്യുക, അത് ചട്ടി തന്നെയാണ് ഉണ്ടാക്കൽ? അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. കോവയ്ക്കൊന്നും വലിയ വേവില്ലെന്നേ, ഒരു 2 മിനിറ്റ് ആ അടുപ്പത്ത് വെച്ചാൽ തന്നെ ആയി കിട്ടും. അതൊന്നും കുക്കറിലിട്ട് വേവിക്കരുത്. ചിലർ കാണാം മിക്ക തോരൻ വെക്കുകയാണെങ്കിലും കുക്കറിലേക്ക് വെക്കും. അപ്പോൾ 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. പച്ചക്കറി ഒന്നും ഒരുപാട് അങ്ങോട്ട് വേവിച്ച് ഉടച്ചങ്ങ് എടുക്കുകയൊന്നും ചെയ്യരുത്. പാകത്തിനൊരു വേവൊക്കെ മതി. പച്ചക്കറി കോവയ്ക്കൊക്കെ നമ്മൾ വെറുതെ തിന്നണതല്ലേ. അപ്പം ഇപ്പോൾ ഒന്നും വെറുതെ അങ്ങനെ ആരും തിന്നാറില്ല അല്ലേ. അപ്പോൾ നമ്മൾ നല്ല പോലെ അടുപ്പത്ത് വെച്ച് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. ആ വെള്ളത്തിൽ തന്നെ കോവയ്ക്കയിൽ നിന്ന് ഇറങ്ങണ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും. ഇനി എങ്ങാനും കരിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യുക, എന്നിട്ട് അതങ്ങ് മൂടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കി ആ കരിഞ്ഞതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമ്മുടെ ഉപ്പേരി റെഡിയായി. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്